മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഭരിക്കുന്നവരുടെ തീരുമാനമാണെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിയമനത്തിൽ വിമർശനവുമായി CPIM രംഗത്തെത്തി. കോൺഗ്രസിന് അകത്തു തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIR-ലൂടെ UDF-നെ അധികാരത്തിലെത്തിച്ചത് രത്തൻ യു ഖേൽക്കർ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ പറഞ്ഞു. കേരളത്തിലതുപോലുള്ള സംഭവം വന്നപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് അതെല്ലാം ഭരണകക്ഷിക്കാരുടെ ഭരണം നടത്തുന്നവരുടെ ചുമതലയാണ് എന്നാണ്. അപ്പോൾ അത് അവർ പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. KC വേണുഗോപാലിന് കേരളത്തെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. ഒരു ഇരട്ടത്തപ്പ് നയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവാണ് യഥാർത്ഥത്തിൽ ഖേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ. കേരളത്തിൽ SIR-ലൂടെ UDF-നെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് രത്തൻ ഖേൽക്കറുടെ നേതൃത്വത്തിൽ നടന്നത്. അർഹതപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റുകയും അതോടൊപ്പം അനർഹരായ നിരവധി വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസറെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാകാതെ തന്നെ ഡെപ്യൂട്ടേഷൻ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് നിയമിച്ചത് ദുരൂഹമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ BJP-യും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശ്വാസ്യത സുദൃഢമാക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രത്തൻ യു ഖേൽക്കറിന്റെ നിയമനമെന്ന് V മുരളീധരൻ MLA. വിവാദങ്ങൾക്കിടെ രത്തൻ യു ഖേൽക്കർ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷഫീദ്, വലിയ രാഷ്ട്രീയ വിവാദം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് വിരുദ്ധമായുള്ള നിലപാട് അവർ സംസ്ഥാനത്ത് കേരളത്തിൽ സ്വീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുമ്പോഴാണ് ഇന്ന് KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവിന്റെ പ്രതികരണം ശ്രദ്ധേയമാകുകയും ചെയ്യുന്നത്. അസിത, ഉറപ്പായിട്ടും അതായത് രത്തൻ യു ഖേൽക്കറെ സെക്രട്ടറിയായി നിയമിച്ച നടപടി അത് ഇതിനോടകം തന്നെ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിലടക്കം അത് ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് BJP-യുടെ ദേശീയ നേതാവ് അമിത് മാളവിയുടെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടതാണ്. ബംഗാളിലെ കാര്യം അത് ഉപമിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഈ പുതിയ സാഹചര്യത്തോട് ആ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അവിടുത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസറെയും അതേപോലെ തന്നെ SIR-ന്റെ നിരീക്ഷകനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടും ഒക്കെ നിയമിച്ച കാര്യം അന്നേരം രാഹുൽ ഗാന്ധി പറഞ്ഞ ചില പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണം കേരളത്തിൽ അത് പ്രാവർത്തികമല്ല എന്നൊക്കെയുള്ള കാര്യമാണ്, ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട BJP-യും അതേപോലെ തന്നെ CPI-യും ഉയർത്തിയത്. അതിനിടെയാണ് ഇന്ന് KC വേണുഗോപാലിന്റെ ഒരു അനിഷ്ടം അല്ലെങ്കിൽ ഒരു മുനവച്ചുള്ള പ്രതികരണം അത് പുറത്തു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അത് ഭരണം നിർവഹിക്കുന്ന ആളുകൾ അവരാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെയുള്ള പ്രതികരണമാണ് KC വേണുഗോപാൽ ഇന്ന് പ്രകടിപ്പിച്ചത്. ഇതോടുകൂടിയാണ് കോൺഗ്രസിനകത്തും രത്തൻ യു ഖേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന വ്യാഖ്യാനം പുറത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ അതിരൂക്ഷ വിമർശനം നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും ഈ നിയമനത്തിൽ മറുപടിയില്ല എന്നൊക്കെയുള്ള കാര്യമാണ് CPM വ്യക്തമാക്കുന്നത്. കൂടാതെ SIR മുതൽ സീൽ വിവാദം വരെ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ മുഴുവൻ വിവാദങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് CPM എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ഇന്ന് അവധി ദിവസമായിട്ടും രത്തൻ യു ഖേൽക്കർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവധി ദിവസം തന്നെ ഇവിടേക്ക് എത്തിയതെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ നിയമനം രാഷ്ട്രീയ ചർച്ചയാവുകയാണ്, അത് വിടാതെ പിടിക്കുകയാണ് പ്രതിപക്ഷവും. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.